ഗർഭിണിയെ ക്രൂരമായി മർദ്ദിച്ചതിൽ നടപടി നേരിട്ട CI KG പ്രതാപചന്ദ്രനെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത്. 2023 കള്ളക്കേസിൽ കുടുക്കി ക്രൂരമായി CI KG പ്രതാപചന്ദ്രൻ മർദ്ദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി പാലക്കാട് സ്വദേശിയായ യുവനടൻ സനൂപ് പരാതി നൽകി. കലൂർ ദേശാഭിമാനി ജംഗ്ഷനിൽ വെച്ചായിരുന്നു സംഭവം ഉണ്ടായത് എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇത് 2023 സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് പോയതാണ്. അവിടെ ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാൻ എൻ്റെ സുഹൃത്ത് രാഹുൽ എന്ന് പറഞ്ഞുള്ള പുള്ളി. പോയ സമയത്ത് ഈ പുള്ളി പോലീസ് ജീപ്പ് വന്നിട്ട് തൊട്ടപ്പുറത്തുള്ള കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അവരടുത്ത് ആദ്യം എന്തൊക്കെ സംസാരിച്ച് എന്തൊക്കെ ട്രിഗർ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്ത് നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുക. ഒരു 3-4 പോലീസുകാർ ഇവർ കൂടെ ഉണ്ടാകുന്ന ആൾക്കാരെല്ലാം ഇവിടെ വന്നിട്ട് ഓരോരുത്തരായിട്ട് ചോദിക്കാൻ തുടങ്ങി, ഈ സാധനം അടിച്ചിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ അടുത്ത പോലീസുകാർ വന്നിട്ട് ചോദിക്കും, നീ ഏത് സാധനം അടിച്ച് MDMA ആണോ കഞ്ചാവാണോ എന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് മറ്റേ ഷൂട്ടിൻ്റെ ഇതിന് വേണ്ടിയിട്ട് മുടി നാടി നീട്ടി വളർത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവർ അത് പോയിൻ്റ് ഔട്ട് ചെയ്ത് ആ ഒരു ഇത് മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഞങ്ങളത് ഫുള്ള് പെരുമാറുന്നത് വെച്ചാൽ ഞങ്ങൾ എന്തോ ഉപയോഗിച്ചിട്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ച പോലെ തെറിവിളിയിലൂടെയാണ് പിന്നെ സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ രാഹുൽ എൻ്റെ കൂട്ടുള്ളവൻ വീഡിയോ എടുത്തു. എന്ത് ചെയ്തു? ഐഷത്തുൽ ഷംന വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. ഷംന, ഇത് പരാതി കൊടുത്തത് എപ്പോഴാണ്? ഈ കസ്റ്റഡി മർദ്ദന ദൃശ്യങ്ങളും വാർത്തകളും പുറത്തു വന്ന ശേഷമാണോ ഈ യുവനടൻ പരാതി കൊടുത്തത്, അതോ നേരത്തെ ഈ പരാതി ഉണ്ടോ ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പക്കൽ? വിജയകുമാർ, നേരത്തെ തന്നെ ഈ യുവനടനായ സനൂപ് പരാതി നൽകിയിരുന്നു. പക്ഷേ അത് കോടതിയിൽ എത്തിയപ്പോൾ ഈ പ്രതാപ് ചന്ദ്രൻ അതിൽ സ്റ്റേ വാങ്ങി എന്നാണ് ഇപ്പോൾ ഈ നടൻ സനൂപ് നമ്മളോട് പറയുന്നത്. അതായത് 2023 മെയിലായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. രാത്രിയിൽ ചായ കുടിക്കാൻ വേണ്ടി കല്ലൂർ ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോൾ ഈ പ്രതാപ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഒരു സംഘം പോലീസുകാർ വരുന്നു. അന്ന് ഈ താടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തിയ ഒരു രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കണ്ട് ജഡ്ജ് ചെയ്ത് തങ്ങൾ MDMA-യും കഞ്ചാവും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ സംസാരിക്കുന്നു. പിന്നീട് വാക്കുതർക്കവും മർദ്ദനവും ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ കൂടെ ഉണ്ടായിരുന്ന സനൂപിന്റെ കൂടെ ഉണ്ടായിരുന്ന രാഹുൽ എന്ന സുഹൃത്തിനെ കൂടി മർദ്ദിക്കുന്ന ഇയാൾ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിലാണ് പിന്നീട് മർദ്ദനം ഉണ്ടാകുന്നത്. രാഹുലിന്റെ ഫോണ് പോലീസുകാർ വേടിച്ച് അത് തകർത്ത് കളയുന്നു. പിന്നീട് ഈ വണ്ടി ഉൾപ്പെടെ കൊണ്ടുപോകാനുള്ള ഒരു നടപടിയിലേക്കാണ് പോലീസ് കടന്നത്. പക്ഷേ അന്ന് വണ്ടിക്ക് കൃത്യമായി അതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിരുന്നു. ഒരു തെറ്റും ചെയ്തിട്ടില്ല, തങ്ങൾ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ പിന്നീട് ക്രൂരമർദ്ദനം തന്നെ ഉണ്ടായി എന്നാണ് സനൂപ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. അതായത് ഈ വീഡിയോ ചിത്രീകരിച്ച രാഹുലിനെയും ഒപ്പം തന്നെ സനൂപിനെയും അതിക്രൂരമായി മർദ്ദിച്ചു. പിന്നീട് സ്റ്റേഷനിൽ എത്തിയ ശേഷം CCTV ഇല്ലാത്ത ഒരു മുറിയിൽ കൊണ്ടുപോയി സനൂപിനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അതിനുശേഷം 4 ദിവസത്തെ കസ്റ്റഡിയിൽ ഇവർക്ക് കഴിയേണ്ടി വന്നു. പിന്നീട് അന്ന് തന്നെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നിയമ പോരാട്ടവുമായി സനൂപും രാഹുലും പോവുകയുണ്ടായി. പിന്നീട് ആ കേസ് കോടതിയിൽ എത്തുന്ന സമയത്ത് ഈ പോലീസുകാരൻ പ്രതാപ് ചന്ദ്രൻ അതിൽ സ്റ്റേ തേടുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.